ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ എന്തിനായി ട്രെയിനിങ് കയറി പോകുന്നതില്ല. നമ്മൾ ട്രാൻഡത്തേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ വീട് ട്രാൻഡത്ത് തന്നെയാണ്. നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീടുള്ളത്. എന്നാലും നമ്മൾ ട്രാൻഡത്തേക്കാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ വീട്ടിൽ ചേച്ചിയുടെ ഫാമിലിയുമാണ്. അപ്പോൾ അച്ഛനമ്മയില്ല. അപ്പോൾ നമ്മൾ ഇത്രയും പേരൊക്കെയാണ് പ്ലാൻ ചെയ്തത്. നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയിട്ട് അതിനുശേഷം വേറെ എവിടെയെങ്കിലും പുറത്തൊക്കെ ഔട്ടിങ്ങൊക്കെ പോയിട്ട് വരാമെന്ന്. അപ്പോൾ അതിനുശേഷം അതോട്ട് എൻ്റെ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഇങ്ങനെ വഴി നോക്കിക്കൊണ്ട് വരികയാണ്. അതിനുശേഷം നമ്മൾ പഴവങ്ങാടി ക്ഷേത്രം തൊഴുതിറങ്ങിയ ശേഷം ഈസ്റ്റോട്ട് ബസ് സ്റ്റോപ്പിൽ ഇരുന്ന എൻ്റെ പോലെ എന്തൊരു ചൂടായിരുന്നു. അവിടെ നിന്ന് പോസ്റ്റ് അടിഞ്ഞ് ആടിഞ്ഞിരുന്ന് ചത്തിരുന്നു. അപ്പോൾ വേർത്ത് കുളിച്ച് അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ഫേസ് കണ്ടോ. അവനും മടുപ്പൊന്നുമില്ലേ. ഇത് നമ്മൾ തൊഴിലുറപ്പിന് പോകുന്നതല്ല കേട്ടോ. ഓട്ടോയിൽ തിക്കി നിറങ്ങി പോകുന്നതാണ് ആറ്റുകാലിലേക്ക്. പാമ്പൻചേട്ടൻ നല്ലൊരു മനുഷ്യനാണ് ആ ഓട്ടോക്കാരൻ. ഓക്കെ, അതിനുശേഷം നമ്മൾ ആറ്റുകാലും തൊഴുതിറങ്ങിയ ശേഷം അന്നദാന സദ്യ. എവിടെ പോയാലും നമ്മൾ മലയാളികൾ ഇത് വിടില്ലല്ലോ. അങ്ങനെ അതിനുശേഷം ഈസ്റ്റോട്ട് വന്നതിന് ശേഷം നമ്മളൊരു ഇൻസ്റ്റയിൽ വീഡിയോ കണ്ട ഒരു കമ്മൽ കടയിലെ വീഡിയോ കണ്ടാണ് നമ്മളിത് തേരാപ്പാര നടക്കുന്നത്. അവസാനം തേടി നോക്കി വന്നത് വേറെ കടയും നമ്മൾ കയറിയത് വേറെ കടയും വാങ്ങിച്ചത് ഒരു. അങ്ങനെ രാമേന്ദ്രയ്ക്ക് അടുത്തുള്ള ദേവാസ് ബേക്കറിയിൽ ഷാർജയും മാംഗോ ഷേക്കും കുടിച്ചതിന് ശേഷം നേരെ നമ്മൾ ഇലക്ട്രിക് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അടുത്ത സ്പോട്ട് വേളിയിലേക്കാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ അയ്യോ, ചൂടെടുത്ത് മനുഷ്യൻ മരിച്ചെന്ന് വേണമെങ്കിലും പറയും, അത്രയ്ക്ക് ചൂടായിരുന്നു. അങ്ങനെ നമ്മൾ ഈസ്റ്റോടിൽ നിന്ന് ബസ്സായിരുന്നു നമ്മൾ വേളിയിലെത്തിയിട്ടുണ്ട്. വേളിയിലെത്തുമ്പോൾ ഒരു കാര്യം, നമ്മൾ ടിക്കറ്റ് എടുക്കാതെ എൻട്രി കയറാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി അപ്പോൾ വന്നിട്ട് നമ്മളെ പുറത്താക്കുന്നതാണ്. ആരും മാറി കയറരുത്. കാരണം 1-2 പേർക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ പാളത്തിൽ കയറി നോക്കിയപ്പോഴാണ് നമ്മളെ ട്രെയിൻ വരുന്നത് മനസ്സിലായി. നമ്മളെ ട്രെയിനല്ല, ഈ ട്രെയിനാണ് വന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിന് എന്നെ പോലത്തെ കൊച്ചു പിള്ളേർക്കാണെങ്കിൽ 50 രൂപയും അതിനെക്കാട്ടി കൊച്ചു പിള്ളേർക്കാണെങ്കിൽ 30 രൂപയും. മനസ്സിലായില്ലേ? പറഞ്ഞുതരാം. അഡൾട്ടിന് 50 രൂപയും ചൈൽഡിന് 30 രൂപയാണ് ഇവിടെ ഈടാക്കുന്നത്. അതിനുശേഷം നമ്മൾ ട്രെയിൻ കയറി 2 കറക്കം കറക്കിന് 50 രൂപ. ഭയങ്കര നഷ്ടമാണ് ഗൈസ്, ഭയങ്കര പറ്റിപ്പാണ്. നമ്മളെ ഇവിടെ നിന്ന് കന്യാകുമാരി വരെ 10 രൂപ ഈടാക്കണുള്ളൂ. ഇതൊക്കെ ചോദിക്കണം കേട്ടോ, നിങ്ങൾ ചോദിക്കണം കേട്ടോ, എന്നിട്ട് ചോദിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ബീച്ചിലേക്ക് പോയിട്ട് ബീച്ചിൽ കടൽ കണ്ടില്ല, അല്ലാണ്ട് 2-3 കുറച്ച് മണ്ണൊക്കെ കണ്ടതിന് ശേഷം പട്ടവും കണ്ട് കുതിരയും കണ്ടതിന് ശേഷം നമ്മൾ കടൽ കണ്ടെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നതിന് ശേഷം ടിക്കറ്റ് കൊടുത്ത് ട്രെയിനായിട്ട് കാത്തിരിപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്.